ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. 13 പേരുടെ മരണത്തിനിടയാക്കിയ തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതം അനുവദിക്കും. ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 1ാം വാർഷികത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും. തമിഴ്നാട്ടിൽ എല്ലാ നിയമസഭാ സീറ്റുകളിലും പശ്ചിമബംഗാളിൽ 1ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 152 മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ്. നമ്മുടെ ശക്തി നമ്മുടെ ഭൂമി എന്ന പ്രമേയത്തിൽ ആഗോള പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി ഇന്ന് ലോക ഭൌമദിനം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ജോഹന്നാസ്ബർഗിൽ. വാർത്തകൾ വിശദമായി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ ഏകാംഗ കമ്മീഷനാണ് അന്വേഷണ ചുമതല. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരമുള്ള തുകയ്ക്കു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും അനുവദിക്കും. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. സ്ഫോടനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ രാജൻ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതിനും DNA സാമ്പിൾ ശേഖരിക്കുന്നതിനുമായി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറപ്പെടുവിക്കും. അടിയന്തര പ്രതികരണത്തിനായി 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. തിരച്ചിലും രക്ഷാപ്രവർത്തനവും സുഗമമാക്കുന്നതിനുവേണ്ടി സ്വകാര്യ വ്യക്തികളുടെ മതിൽ പൊളിക്കുകയും വയൽ നികത്തുകയും ചെയ്തത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ചെലവാകുന്ന തുക ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദിക്കും. വീടുകൾക്കുണ്ടായ നാശനഷ്ടത്തിന്റെ തോത് കണക്കാക്കി നഷ്ടപരിഹാര തുക ലഭ്യമാക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തെ സംബന്ധിച്ച് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി VN വാസവൻ. ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായ തീരുമാനമല്ല സർക്കാർ എടുക്കുകയെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ നേരത്തെ ഞങ്ങൾക്ക് അനുമതി തന്ന ഒരു മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചിരുന്നു. ആ മീറ്റിംഗ് നാളെ രാവിലെ 10:30 മണിക്ക് ഇവിടെ കളക്ട്രേറ്റിൽ നടക്കും. അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖരും ബന്ധപ്പെട്ട ദേവസ്വം ഭാരവാഹികളും ഇവരെല്ലാം ചേർന്ന് കൂടുന്ന ആ മീറ്റിംഗിൽ വെച്ച് പൂരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് അവസാന തീരുമാനമെടുക്കും. ഇപ്പോൾ ഏതായിരുന്നാലും നമുക്ക് അഡ്വാൻസ് ആയി കയറി അത് വേണ്ടെന്ന് ഏകപക്ഷീയമായി ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരിങ്ങനെ പ്രഖ്യാപിക്കുകയോ അല്ല അതിന്റെ ശരി. എല്ലാവരുമായി കൂടിയാലോചിച്ചതിന് ശേഷം നാളെ അത് പ്രഖ്യാപിക്കുന്നതാണ്. മന്ത്രിമാരായ MB രാജേഷ്, R ബിന്ദു, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിന്റെ നടുക്കത്തിൽ നിന്ന് പ്രദേശവാസികൾ ഇനിയും മുക്തരായിട്ടില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ നടുക്കത്തിൽ നിന്നും പ്രദേശം ഇനിയും മുക്തമായിട്ടില്ല. സ്ഫോടനത്തിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് പുറമെ കിലോമീറ്ററുകളോളം ചുറ്റളവിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഈ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്ഫോടനമുണ്ടായ സ്ഥലത്തിന് സമീപത്തെ 100 കണക്കിന് വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. ഉഗ്രസ്ഫോടനത്തെ തുടർന്നുണ്ടായ വായുമർദ്ദത്തിൽ ജനൽ ചില്ലകൾ പൊട്ടിത്തെറിക്കുകയും വീടിനുള്ളിലേക്ക് ചിതറുകയും ചെയ്തു. അപകട സമയത്ത് വീടിനുള്ളിലായിരുന്ന കുട്ടികളടക്കമുള്ളവർ ചില്ല കഷ്ണങ്ങൾ കൊണ്ട് പരിക്കേൽക്കാതെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇതുവരെ 13 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 40ഓളം തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത്. അവർ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് ഇന്ന് 1 വർഷം തികയുന്നു. ഭീകരവാദത്തിന്റെ ഒരു രൂപത്തിനു മുന്നിലും ഇന്ത്യ ഒരിക്കലും തലകുനിക്കില്ലെന്നും ഭീകരരുടെ ക്രൂരമായ ലക്ഷ്യങ്ങൾ ഒരിക്കലും വിജയിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളെ അനുസ്മരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൂരമായ ആ ആക്രമണത്തിന് വിധേയമായവരെ രാജ്യം ഒരിക്കലും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ വാർഷികത്തിൽ ഇരകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത് ഷായും രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ ഭാഷയിൽ മറുപടി നൽകുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് ഓർമ്മിപ്പിച്ചു. ഭീകരതയോടും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരോടും രാജ്യം വിട്ടുവീഴ്ചയില്ലാത്ത നയം തുടരുമെന്ന് ശ്രീ അമിത് ഷാ വ്യക്തമാക്കി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 16 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 152 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. 167 വനിതകൾ ഉൾപ്പെടെ ആകെ 1478 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 2ാം ഘട്ട വോട്ടെടുപ്പ് അടുത്ത ബുധനാഴ്ച നടക്കും.
തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ ഒറ്റഘട്ടമായി നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. സംസ്ഥാനത്താകെ 5,73,43,000-ത്തിലധികം വോട്ടർമാരുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ആഗോള പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി ഇന്ന് ലോക ഭൌമ ദിനം ആചരിക്കുന്നു. പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത്. നമ്മുടെ ശക്തി നമ്മുടെ ഭൂമി എന്നതാണ് ഈ വർഷത്തെ ഭൌമദിനത്തിന്റെ സന്ദേശം. വിശദാംശങ്ങളിലേക്ക്. ലോക ഭൌമദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിലെ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ ഡയറക്ടർ ജനറൽ ധീരജ് M. കാക്കാടിയ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഊർജ്ജം, പ്രത്യേകിച്ച് വൈദ്യുതി ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പ്രതിജ്ഞയിൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ശുദ്ധവും ഹരിതാഭവുമായ പുനരുപയോഗ ഊർജ്ജം പ്രോത്സാഹിപ്പിക്കുക, ജലവും പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കുക എന്നിവയും പ്രതിജ്ഞയുടെ ഭാഗമായിരുന്നു. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക, വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഓരോ വ്യക്തിക്കും സമൂഹത്തിനും വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കണ്ണൂർ ജില്ലയിൽ പച്ചത്തുരുത്തുകളോടൊപ്പം ഫുഡ് ഫോറസ്റ്റ് എന്ന ആശയം കൂടി നടപ്പിലാക്കാൻ ഹരിത കേരളം മിഷൻ ശ്രമം തുടങ്ങി. തരിശിടങ്ങളിൽ പോഷകമൂല്യമുള്ള വൃക്ഷവിളകൾ നട്ടുവളർത്തി ഫലവൃക്ഷ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഫുഡ് ഫോറസ്റ്റ്. വിശദവിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഭക്ഷ്യവിളകളായ വൃക്ഷയിനങ്ങളും സസ്യയിനങ്ങളും കിഴങ്ങുവർഗ്ഗ വിളകളും പുൽവിഭാഗം ചെടികളും ഉൾപ്പെടെ ശാസ്ത്രീയമായി വിന്യസിച്ച് നട്ടുപിടിപ്പിക്കുന്നതാണ് ഫുഡ് ഫോറസ്റ്റ്. വൃക്ഷങ്ങളുടെ വളർച്ചാരീതി പരിഗണിച്ച് വിവിധ ലെയറുകളായാണ് വൃക്ഷങ്ങൾ നട്ടുവളർത്തുക. ഇതോടൊപ്പം മുളവ്യാപന പരിപാടിക്കും ഹരിത കേരളം മിഷൻ രൂപം കൊടുത്തിട്ടുണ്ട്. ജില്ലയിൽ ആകെയുള്ള 324 പച്ചത്തുരുത്തുകൾ 500ആയി ഉയർത്താനുള്ള ശ്രമമാണ് ഹരിത കേരള മിഷൻ നടത്തുന്നതെന്ന് ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ അറിയിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ജോഹന്നാസ്ബർഗിലെ വാൻഡറേഴ്സ് സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം ആരംഭിക്കും. ആദ്യ 2 കളികളിലും പരാജയപ്പെട്ട ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ്. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ 47 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന കളിയിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സുമായി ഏറ്റുമുട്ടും. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ 39 വരെയും, കോട്ടയത്ത് 38 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴ അനുഭവപ്പെട്ടേക്കാമെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. മലപ്പുറം വാൽപ്പാറ വാഹനാപകടത്തിൽ പരിക്കേറ്റ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബസ് ഡ്രൈവർ നൌഷാദ് അലി മരണത്തിന് കീഴടങ്ങി. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരവെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. നൌഷാദ് അലിയുടെ മരണത്തോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 10ആയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 26 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. കണ്ണൂർ ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യ പാനീയ വിതരണ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ആരോഗ്യവകുപ്പിന്റെ 97 സ്ക്വാഡുകളാണ് ജില്ലയിലെ വിവിധ ഭക്ഷ്യ പാനീയ വിതരണ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. ഹോട്ടൽ, ബേക്കറി, ജ്യൂസ് കട, തട്ടുകടകൾ ഉൾപ്പെടെ 5 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും നിർദ്ദേശിച്ചു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ച സംഭവത്തിൽ കോളേജ് പാത്തോളജി വിഭാഗം മുൻ തലവൻ ഡോക്ടർ MK റാം, ഓറൽ പാത്തോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 13 പേരുടെ മരണത്തിനിടയാക്കിയ തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം അടിയന്തര സഹായം. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ അനുവദിക്കും. ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 1ാം വാർഷികത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും. തമിഴ്നാട്ടിൽ എല്ലാ നിയമസഭാ സീറ്റുകളിലും പശ്ചിമബംഗാളിൽ 1ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 152 മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ്. നമ്മുടെ ശക്തി നമ്മുടെ ഭൂമി എന്ന പ്രമേയത്തിൽ ആഗോള പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി ഇന്ന് ലോക ഭൌമ ദിനം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ജോഹന്നാസ്ബർഗിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.